അസുഖങ്ങൾ ഇങ്ങനെ വന്നപ്പം ഈ ഓപ്പറേഷത്തിൻ്റെ സമയത്തൊക്കെ ശ്വാസം മുട്ടലും അത് ഇതൊക്കെ പുള്ളിക്ക് ഭയങ്കര കഠിനമായിരുന്നു. അന്നേരം ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് കയറ് വഴിപാട് നടത്തിയൊക്കെ എൻ്റെ ഭർത്താവിന് അന്നേരം ശ്വാസം മുട്ടൽ മാറ്റി കൊടുക്കണേന്ന് മാറി. പിന്നെ ഉണ്ടായിട്ടില്ല. എൻ്റെ മോടെ പ്രസവത്തിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് വയറ്റിൽ മുഴയുണ്ടെന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ഗുരുവായൂരപ്പനെ അമ്മേനെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെ കിട്ടിയാലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭർത്താവിന് വയ്യാത്തതാണ്, പുള്ളിക്ക് ക്യാൻസറാണ്. അപ്പം നമുക്ക് ഈ രണ്ടാമത് ഇപ്പം 2 സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും പുള്ളിക്ക് ഇപ്പോഴും അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരിക്കുമായിരുന്നു, കുത്തി പരിശോധന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാനല്ലേ, നമുക്ക് കുഞ്ഞല്ലേ, എപ്പോഴും കുഞ്ഞായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം. എൻ്റെ മോടെ പ്രസവത്തിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് വയറ്റിൽ മുഴയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അമ്മേനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് പ്രസവമാണ് നടന്നത്. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ്, അതുപോലെ ഗുരുവായൂരപ്പനെ അമ്മേനെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെ കിട്ടിയാലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കുഞ്ഞിനും തള്ളയ്ക്കും ഒരു കുഴപ്പവും ഇല്ലാതെ സുഖമായിട്ടൊരു പ്രസവിച്ച് വീട്ടിൽ വന്ന്. പിന്നെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ അമ്മേനെ കാണാൻ ഇവിടെ വന്ന്. അമ്മ പറഞ്ഞ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇപ്പോൾ കല്യാണാലോചന ഇങ്ങോട്ട് വരുന്നുണ്ട്, നാളിൻ്റെ കാര്യത്തിലാണ് തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കല്യാണം ചോദിച്ച് ഓരോരുത്തർ വരുന്നുണ്ട്. വന്ന ശേഷമാണ് കല്യാണം വരാനൊക്കെ തുടങ്ങിയത്. പിന്നെ അമ്മേനെ വിളിച്ച വിളിപ്പുറം തന്നെ ഉണ്ട്. നമുക്ക് ഏത് കാര്യത്തിനും അമ്മേനെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയാൽ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ വഴിപാട് നമുക്ക് പറഞ്ഞു തരും, അതിവിടെ ചെയ്താൽ മതി. നമുക്ക് ഒത്തിരി കാശിൻ്റെ വഴിപാടൊന്നുമില്ല, നമ്മുടെ അനുസരിച്ച് അമ്മ പറഞ്ഞു തരുന്ന വഴിപാടാണ്. പിന്നെ അമ്മ നമുക്ക് സഹായിക്കുകയും ചെയ്യും. ഇപ്പം നമ്മളില്ലായ്മക്കാരാണെന്ന് പറഞ്ഞാൽ അമ്മ പറയും, പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ആ വഴിപാട് ഇവിടെ ചെയ്തേക്കാം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് അമ്മ ഇവിടുന്ന് പറഞ്ഞു തരും. സഹായിക്കുകയും ചെയ്യും അമ്മ. കൃഷ്ണ ഭഗവാനും ഉണ്ട്. ഭഗവാനെ വിളിച്ച വിളിപ്പുറം തന്നെയാണ് പോയിട്ടുണ്ട്. ഇഷ്ടമാണ്. ഭഗവാന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. എൻ്റെ മോടെ കാര്യത്തിന് അവിടെ നിന്ന് ഭഗവാനെ അമ്മേനെ വിളിച്ചപ്പോൾ എൻ്റെ മോക്ക് എല്ലാ ഇത് പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ച് ഒന്നെങ്കിൽ കുഞ്ഞിനെ കിട്ടുമോ അല്ലെങ്കിൽ തള്ളേനെ കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. പക്ഷേ എനിക്ക് 2 പേരെ കിട്ടി. ഭഗവാന്റെ അനുഗ്രഹവും അമ്മയുടെ അനുഗ്രഹവും കൊണ്ട് ഞങ്ങൾ പിന്നെ അടുത്ത ദിവസം ഗുരുവായൂർ പോകാനിരിക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട്. ചോറൂണ് അവിടെയാണ്. ഭഗവാനല്ലേ, നമുക്ക് കുഞ്ഞല്ലേ, എപ്പോഴും കുഞ്ഞായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം. ഭർത്താവിന് വയ്യാത്തതാണ്, പുള്ളിക്ക് ക്യാൻസറാണ്. അപ്പം നമുക്ക് ഈ രണ്ടാമത് ഇപ്പം 2 സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും പുള്ളിക്ക് ഇപ്പോഴും അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരിക്കുമായിരുന്നു, കുത്തി പരിശോധന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ അടിച്ചാണ് ഞങ്ങൾ ഇന്നലെ പോയത്. പക്ഷേ ചെന്ന് ഇവിടുന്ന് അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയത് കൊണ്ട് ഇവരും എല്ലാവരും പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് ഇന്നലെ അവിടെ ചെന്നപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. തൈറോയിഡിൻ്റെ എല്ലാ ഗ്രന്ഥികളെല്ലാം എടുത്ത് കളഞ്ഞതാണ് ചേട്ടന്. അപ്പം ക്യാൻസറിൻ്റെ ഇതായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭേദമായി. പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി വഴിപാടൊക്കെ
ഇവിടെ നിന്ന് കൊണ്ടുപോയി കെട്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ഈ അസുഖത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അമ്മ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ വഴിപാട്? അമ്മ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഴിപാട് കൊണ്ടുപോയി കൊടുത്തത്. ഇവിടെയും ചെയ്ത് പിന്നെ ഇവിടെ ഞങ്ങൾ എല്ലാ ആഴ്ചയും വഴിപാട് ചെയ്യുമായിരുന്നു. പിന്നെ അതുകൂടാതെ നമുക്കിങ്ങനെ അമ്മ പറഞ്ഞിട്ട് ഒരു വഴിപാട് ഞങ്ങൾ ഒരു കെട്ടാക്കിയും പിന്നെ അല്ലാതെ അമ്മ തന്നെ എന്നെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി അത് നടത്തി, കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി നടത്തി. ഞാനും എൻ്റെ മൂത്ത ചേച്ചിയും കൂടിയാണ് പോയത്. അങ്ങനെ കൊണ്ടുപോയി ആ വഴിപാട് നടത്തി. ഇവിടെ അമ്മയുള്ളവരെ കൃഷ്ണ ഭഗവാനുണ്ട്. അപ്പോൾ ഭഗവാനും ഇഷ്ടമല്ലേ? ഭഗവാനും ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഭഗവാന്റെ ഉണ്ട്. ഭഗവാന്റെ ഇത് ഈ പുള്ളിക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ വന്നപ്പം ഈ ഓപ്പറേഷത്തിൻ്റെ സമയത്തൊക്കെ ശ്വാസം മുട്ടലും അത് ഇതൊക്കെ പുള്ളിക്ക് ഭയങ്കര കഠിനമായിരുന്നു. അന്നേരം ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് കയറ് വഴിപാട് നടത്തിയൊക്കെ എൻ്റെ ഭർത്താവിന് അന്നേരം ശ്വാസം മുട്ടൽ മാറ്റി കൊടുക്കണേന്ന് മാറി. പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ ഒരു നല്ല അനുഭവമല്ലേ അതൊക്കെ. ഭഗവാന്റെ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഭഗവാനെ നമ്മളിപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്താണല്ലോ. എന്തെങ്കിലും ഭഗവാനെ ഏത് രൂപത്തിൽ കാണാനൊക്കെ, കുട്ടിയായിട്ട് കാണാനാണോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം. ഇപ്പം ഭഗവാനെ ഇപ്പം എല്ലാവരും ചേച്ചിയാണെങ്കിലും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടെങ്കിൽ ഭഗവാനെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? ഭഗവാനും ഇഷ്ടമാണല്ലോ നമുക്ക്. എൻ്റെ മകന് തന്നെ ഞാൻ കണ്ണാന്നാ പേരിട്ടിരിക്കുന്ന ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട്. ഇഷ്ടമാണ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച എൻ്റെ മകനെ എനിക്ക് അന്നേരം ആ കുഞ്ഞിന് ഞാൻ കണ്ണാന്നാ പേരിട്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ടാട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.